എൻ്റെ നാട്ടുകാരൻ കൂടിയായ ശ്രീ സോക്രട്ടീസ് പാലത്തിന് നൽകി പ്രകാശനം ചെയ്തതായി എഴുത്തുകാരിയും എൻ്റെ നാട്ടുകാരെയാണ്. അങ്ങനൊരു വലിയ അവസരമാണ് എനിക്ക് കൈവന്നിരിക്കുന്നത്. എനിക്കാണ് സർ വന്നിരിക്കുന്നത്. എനിക്കാണ് ഇങ്ങനെ ഒരു എഴുത്തുകാരി ഈ പൊയിൽ എന്നുള്ള പുസ്തകം എന്നെ അത്ഭുതപ്പെടുത്തി. ഇതൊരു നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു ബോൾഡായിട്ടുള്ള വളരെ ധീരതയോടുകൂടി എഴുതിയൊരു പുസ്തകമാണ്. കാരണം വേണമെങ്കിൽ ഒരു വിവാദമാക്കാൻ, എന്തിലും വിവാദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇതൊരു വിവാദമാക്കാം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടാത്തൊരു പുതിയ തലമുറ കേരളത്തിൽ ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പുസ്തകം. ഒരു പുതിയ കാലത്ത് ജീവിക്കുന്നവർ എങ്ങനെയാണ് എല്ലാവരെയും ഒരു സമരസപ്പെട്ട് എല്ലാത്തിനോടും കാണുന്നത്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പുസ്തകം. ഇതിലെ ഏറ്റവും പ്രധാന വാചകം എന്ന് പറയുന്നത്, ഒരിക്കലും വിട്ടുകളയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളെ ചേർത്ത് പിടിക്കാവൂ. കൂടെ ഉണ്ടെന്ന് വാക്ക് കൊടുക്കണം. ഒരാളോട് കൂടെ ഉണ്ടെന്ന് വാക്ക് കൊടുക്കണമെങ്കിൽ, ഒരാളെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഒരാളെ ഒരിക്കലും അയാളെ ഉപേക്ഷിക്കരുത് എന്നുള്ളൊരു വാചകമാണ് ഇതിൽ ഏറ്റവും ഇത്. അത് പ്രണയത്തിൽ മാത്രമല്ല, ജീവിതത്തിലെല്ലാം. അത് പ്രണയത്തിൽ മാത്രമല്ലല്ലോ ചേർത്ത് പിടിക്കില്ല, അല്ലാത്ത കാര്യത്തിലും ഇത് ചേർത്ത് പിടിക്കുക. മൊത്തം ഇതൊരു പ്രണയാർദ്രമായ ഒരു പുസ്തകമാണ്. പ്രണയത്തിനൊരു പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാണ്. വ്യത്യസ്തമായ ഒരു തലത്തിൽ പ്രണയത്തെ കാണുന്ന ഒരു പുസ്തകമാണ്. പൊയിലെന്ന് പറയുന്നത് എനിക്ക് ആ ഭൂമികയുമായി നല്ല പരിചയമുണ്ട്. ഞാനെപ്പോഴും അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. പൊയിലെന്ന് പറയുന്നത് പാടമാണോ കായലാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരു ഭൂമികയാണ്. ആ ഭൂമികയെ ഇത്ര മനോഹരമായി മലയാളത്തിലെ ഒരു പുസ്തകത്തിലും ഇത്രയും മനോഹരമായി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കത് കാണുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്നൊരു ഫീല് നമുക്കുണ്ടാവും. ആ ഇതിനകത്ത് നമുക്കറിയാം, ഈ പൊയിലിലെ കാഴ്ച, അത് അതിലെ നമ്മുടെ മരങ്ങളിൽ തട്ടി, ചെറിയ കണ്ടൽ വൃക്ഷങ്ങളിൽ തട്ടി വരുന്ന കാറ്റ്, ഒരു ഉപ്പ് കാറ്റ്, അത് ചിലപ്പോൾ ചൂടുകാലത്ത് ചൂടുകാറ്റാവുന്ന ആ പ്രകൃതി മുഴുവൻ, അവിടെയുള്ള പ്രകൃതി മുഴുവൻ ഈ നോവലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ നേച്ചർ മുഴുവൻ വളരെ ഭംഗിയായിട്ടാണ്. അതൊരു ഏച്ചു കെട്ടിയതുപോലെ തോന്നാത്ത തരത്തിൽ ആ പൊയിലിൽ ഇരിക്കുമ്പോൾ കാണുന്ന ആ തുരുത്തിൽ, ഒറ്റപ്പെട്ട തുരുത്തിൽ, ഒരു ഏകാന്തതയിലാണ് അതിരിക്കുന്നത്. പിന്നെ ഈ നോവലിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് സംശയം തോന്നുന്നത് ഇത് കഥയാണോ ജീവിതമാണോ. കഥയും ജീവിതത്തിനും ഇടയിൽ ഒരു അതിർവരമ്പ് പോലും ഇല്ല. അറിയാതെ നമ്മൾ ഇല്ലേ, അങ്ങനെ ഒരു വളരെ സാധാരണ കഥയെയും ജീവിതത്തെയും ചേർത്ത് എഴുതുന്ന എല്ലാ പുസ്തകങ്ങളിലും ഒരു വരമ്പുണ്ട്. ആ വരമ്പ് മുറിച്ച് കഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, ജീവിതത്തിൽ നിന്ന് കഥയിലേക്കും കടക്കാൻ പറ്റുള്ളൂ. ഇവിടെ കഥയ്ക്കും ജീവിതത്തിനും ഇടയിൽ വരമ്പില്ലാതെ അത് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ നല്ല ഭാഷയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ഞാൻ പ്രത്യേകമായി ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതിനകത്ത് എന്നെ ഇഷ്ടപ്പെട്ട, സ്വാധീനിച്ച ഒരു ഭാഗം ഞാനിങ്ങനെ പെൻസിൽ വെച്ച് വരച്ചു വെച്ചിട്ടുണ്ട്. എഴുത്തൊക്കെ നിർത്തി. അതെന്താ ചോദിക്കുകയാണ്, എഴുത്തുകാരിയോട് ചോദിക്കുകയാണ്. മനസ്സിൽ വന്ന അക്ഷരങ്ങളെ നീലാകാശത്തിലേക്ക് പറത്തിവിട്ടു, മോചിപ്പിച്ചു, എന്നേക്കുമായി. ഒരു എഴുത്തുകാരിക്ക് അത് പറ്റില്ല, എന്നാലും അങ്ങ് പറയാം, തർക്കത്തിന് വേണ്ടി പറയാം. അപ്പോൾ അവരപ്പോൾ മേഘക്കൂട്ടത്തിൽ വഴിതെറ്റി പോവില്ലേ? മറ്റേ ചോദിക്കുക, ആകാശത്തിലേക്ക് പറത്തിവിട്ടത് പോട്ടെ, കുറേ അലഞ്ഞു കഴിഞ്ഞ് അവയൊരിക്കൽ ആർത്തലച്ച് മഴയായി പെയ്യട്ടെ. അടുത്ത ഭാഗം, അത് എന്നെ നനച്ചേക്കാല്ലേ ആ മഴ? ഇല്ല. അതെന്താ? ആ മഴയിൽ നിന്ന് ഓടി മാറി നീ നിൽക്കും എന്നത്തെയും പോലെ. ഇല്ലെന്നേ, എനിക്ക് ആ മഴ നനയണം. എനിക്ക് ഈ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതിൻ്റെ കഥാതന്തുണ്ട്, ഇത് കൊടുക്കുന്ന, ഈ നോവൽ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, എല്ലാ കാര്യവും അതിൻ്റെ അകത്തുണ്ട്. അത് ഒരു എഴുത്തുകാരിയുടെ ഒരു മികവാണ്, ഒരു ക്രാഫ്റ്റാണ്. അത് അത്രയും മനോഹരമായി ചെയ്തിരിക്കുന്നത്, വളരെ ലളിതമായി, വലിച്ചു വാരി എഴുതാതെ. അതൊരു പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലത്ത്. വലിച്ചു വാരി എഴുതിയത് വായിക്കേണ്ടി വരിക എന്നുള്ളത് വായനക്കാരുടെ ദുരന്തമാണ്. ഒരു കാര്യം പോലും വേണമെങ്കിൽ ഇത് ഒരു 200 പേജോ 300 പേജോ ആക്കാമായിരുന്നു, അല്ലേ? ഈ തീം ഡെവലപ്പ് ചെയ്താക്കാമായിരുന്നു. അനാവശ്യമായിട്ടൊരു വാചകം പോലും ഇല്ല, ഒരു വാക്ക് പോലും ഇല്ലാതെ എഴുത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ട്, അല്ലേ? സ്വയം എഡിറ്റ് ചെയ്ത്. മലയാളത്തിലെ ഏറ്റവും പ്രശ്നം, മലയാളത്തിലെ എഡിറ്റർമാരില്ല എന്നാണ്.
ഇംഗ്ലീഷിലെ വലിയ എഴുത്തുകാർക്ക് പോലും എഡിറ്റർമാരുണ്ട്. അവരത് എഡിറ്റ് ചെയ്തിട്ടേ വരുള്ളൂ. വലിയ എഴുത്തുകാരുടെ പോലും 200 പേജും 300 പേജും ഒക്കെ റിമൂവ് ചെയ്യും. എഴുത്തുകാരും എഡിറ്ററും തമ്മിൽ സംഘർഷമൊക്കെ ഉണ്ടാവും. പക്ഷേ എഡിറ്റർക്ക് റോളുണ്ട്. മലയാളത്തിൽ എഡിറ്റർമാരില്ല എന്ന പ്രശ്നമുണ്ട്. ഇവിടെ എഴുത്തുകാരി ആ റോള് കൂടി ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകം അഭിമാനിക്കുന്നു എൻ്റെ നാട്ടുകാരിയായ ദിവ്യലക്ഷ്മി കഥാപാത്രം ഇതിൻ്റെ അകത്ത് അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു പ്രത്യേക ഒരു തലത്തിലേക്ക് ഒരു വളരെ യുണീക്കായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് ഈ പുസ്തകം. തീർച്ചയായിട്ടും എല്ലാവരും വായിക്കണം എന്നുകൂടി ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.